കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലിയോ 14 പാപ്പ മൊണോക്കോ സന്ദർശനം പൂർത്തിയാക്കി. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ യേശു കേൾക്കുന്നില്ല, മാർപ്പാപ്പ. സമാധാനത്തിനു വേണ്ടി ജെറുസലേമിൽ ജപമാല പ്രാർത്ഥന നടത്തി. വാക്കുകൾ കൊണ്ട് തിരുത്തുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് തിരുത്തുക, മേജർ ആർച്ച് ബിഷപ്പ്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ പശ്ചാത്തല സംഗീതവുമായി കൊച്ചി. വാർത്തകൾ വിശദമായി. ലിയോ 14 പാപ്പ മൊണോക്കോ സന്ദർശിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമായ മൊണോക്കോ ലിയോ 14 പാപ്പ സന്ദർശിച്ചു. മാർച്ച് 28 ശനിയാഴ്ചയാണ് പാപ്പയുടെ ഹ്രസ്വ സന്ദർശനം നടന്നത്. മൊണോക്കോയിലെ ആൽബർട്ട് രാജകുമാരന്റെ ക്ഷണപ്രകാരമാണ് പാപ്പ ഇവിടെ എത്തിയത്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന തിരുവചന ഭാഗമായിരുന്നു പാപ്പയുടെ സന്ദർശനത്തിന്റെ ആപ്തവാക്യം. മൊണോക്കോ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ച, രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ച, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നവരുമായുള്ള കൂടിക്കാഴ്ച എന്നിവ പാപ്പയുടെ സന്ദർശന വേളയിൽ ശ്രദ്ധേയമായിരുന്നു. ലൂയി 2 സ്റ്റേഡിയത്തിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബലിയർപ്പണത്തിനു ശേഷം പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങി. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ യേശു കേൾക്കുന്നില്ല, മാർപ്പാപ്പ. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ യേശു കേൾക്കുന്നില്ല എന്ന് ലിയോ 14 പാപ്പ ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ചുറ്റിനും കലാപങ്ങളും അക്രമങ്ങളും നടക്കുന്ന അവസരത്തിലാണ് ക്രിസ്തു താൻ സമാധാന രാജാവ് ആണെന്ന് വിശേഷിപ്പിച്ചത്. സമാധാനത്തെക്കുറിച്ച് ക്രിസ്തു പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യവും പാപ്പ അനുസ്മരിച്ചു. സമാധാനത്തിന്റെ രാജാവാണ് യേശു. അവിടുന്ന് യുദ്ധങ്ങളെ തള്ളിക്കളയുന്നു. ഒരാൾക്കും യുദ്ധത്തെ ന്യായീകരിക്കാനാവില്ല. സ്വയം യുദ്ധത്തെ തള്ളിക്കളഞ്ഞ യേശു യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയില്ല, പാപ്പ പറഞ്ഞു. സമാധാനത്തിനു വേണ്ടി ജെറുസലേമിൽ ജപമാല പ്രാർത്ഥന നടത്തി. മധ്യപൂർവേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്ക കർദിനാൾ പിയാർ ബാറ്റിസ്റ്റ പിസബെല്ലയുടെ ആഹ്വാന പ്രകാരം സമാധാനത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ലോകമെങ്ങുമുള്ള ആളുകൾ മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതിനു വേണ്ടി മാർച്ച് 28 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. പ്രാദേശികവും സാർവത്രികവുമായ ഈ ആഹ്വാനത്തിന്റെ ഭാഗമായി വിശുദ്ധ നാടിന്റെ കാസ്റ്റോസ് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റോൺ ജപമാല രഹസ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും തയ്യാറാക്കിയിരുന്നു. വാക്കുകൾ കൊണ്ട് തിരുത്തുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് തിരുത്തുക, മേജർ ആർച്ച് ബിഷപ്പ്. വാക്കുകൾ കൊണ്ട് തിരുത്തുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് തിരുത്തുന്നതാണ് ദൈവത്തിന് പ്രിയങ്കരമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പുണ്യം ചെയ്യുന്നവരെക്കാൾ പാപികളെ പരിഗണിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. ഗാവുൽത്തായിലെ വലതുവശത്തെ കള്ളൻ തിരുത്താൻ കാണിച്ച മാതൃക പാഠമാണ്. തിരുത്താൻ കഴിയണമെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കണം. ജീവിതത്തിൽ തിരുത്തലുകൾ നടത്താനുള്ള അവസരമാണ് വിശുദ്ധവാരം, മാർ തട്ടിൽ പറഞ്ഞു. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ പശ്ചാത്തല സംഗീതവുമായി കൊച്ചി. ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ പശ്ചാത്തല സംഗീതം ലൈവ് ഓർക്കസ്ട്രയായി കൊച്ചിൻ ചേംബർ ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നു. ഏപ്രിൽ 2 വരെ കൊച്ചിയിലെ ഫൈൻ ആർട്സ് ഹാളിൽ ഇതിന്റെ അവതരണം നടക്കും. സിനിമയിലെ പശ്ചാത്തല സംഗീതം അതിന്റെ പൂർണ്ണതയോടെ അനുഭവവേദ്യമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.